നമസ്കാരം, ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം നമുക്ക് അശ്വിനി നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു പോകാം. പ്രാജ്ഞോ ധൃതിമാൻ ദക്ഷ സ്വതന്ത്രശീല കുലാധികോ മാനി പ്രാദുർജ്യേഷ്ഠ സുഭഗോ ജനപ്രിയശ്ച അശ്വാനി ജായത എന്നാണ്. അതായത് അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ വിദ്വാൻമാരായും ബുദ്ധിയും സാമർഥ്യവും സ്വതന്ത്രശീലത്വവും ഒക്കെ ഉള്ളവരായും ഭവിക്കുമെന്നാണ്. കൂടാതെ കുലശ്രേഷ്ഠരായിട്ടും അഭിമാനികളായിട്ടും ജ്യേഷ്ഠ ഭ്രാതാവായിട്ടും അതായത് സീമന്ത്രപുത്രരായിട്ടും, അതായത് ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തി ആകാം, മൂത്ത പുത്രനാകാം എന്നാണ്. അതല്ലാത്ത പക്ഷം ആ കുടുംബത്തിൽ മൂത്ത പുത്രനുള്ള ഒരു സ്ഥാനം എല്ലാവരാലും ലഭിക്കപ്പെടുമെന്നാണ്. കൂടാതെ സുന്ദരനായും ജനങ്ങൾക്ക് ഇഷ്ടമുള്ളയാളായിട്ടും ഭവിക്കും. ഇത് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള അല്പമാത്രമായിട്ടുള്ള ഫലമാണ്. അശ്വതി നക്ഷത്രക്കാരുടെ കൂടുതൽ വിശദമായിട്ടുള്ള സമ്പൂർണ്ണ ഫലങ്ങളെ 2 വീഡിയോകളിലായിട്ട് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. അശ്വതി നക്ഷത്രം അറിയേണ്ടതെല്ലാം എന്നുള്ള എന്റെ വീഡിയോ കാണുക. ഇനി നമുക്ക് അശ്വതി നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1201 ആണ്ട് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് വ്യാഴം 3-ാം ഭാവത്തിലാണ് വരുന്നത്. ശനിയാട്ടെ 12-ലും, വ്യാഴം 4-ാം ഭാവത്തിലും ഇടയ്ക്ക് വരുന്നുണ്ട്. രാഹു 11-ലും കേതു 5-ലുമായിട്ടാണ് ഈ വർഷത്തെ ഗ്രഹസ്ഥിതി. അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മുൻ വർഷത്തെ പകുതിക്ക് ശേഷമുള്ള ഫലങ്ങൾ തന്നെ ഏകദേശം ഒക്കെ ആവർത്തിക്കാം. നിലവിലുള്ള തൊഴിൽ, പദവികൾ, അനുഭവങ്ങൾ ഇവയൊക്കെ തന്നെ ഏകദേശം അതേപോലെ തന്നെ തുടർന്നും ഉണ്ടാകാം. പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് പുതിയ തൊഴിൽ ലഭിച്ചാലും പ്രതീക്ഷിക്കുന്ന അത്ര ഗുണാനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. 10-ാം ഭാവാധിപൻ ശനിയാണ് 12 നിൽക്കുന്നത്. വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിന് സാധിച്ചേക്കാം. പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കാം. എന്നാൽ മുടക്കുമുതലൊക്കെ തിരികെ കെട്ടാൻ അല്പം താമസം ഉണ്ടാകാം. വസ്തു, വീട് എന്നിവയിലൊക്കെ തർക്കങ്ങൾ ഉണ്ടായിരിക്കുന്നവർക്ക് അതൊക്കെ പരിഹരിക്കാനുള്ള സമയങ്ങൾ അനുകൂലമാകുന്നതാണ്. കൂടാതെ കുടുംബപരമായിട്ടും തർക്കങ്ങളും സ്വൈരക്കേടും ഒക്കെ ഉണ്ടായിരുന്നവർക്കും അതും പരിഹാരമുണ്ടാകുന്ന സമയമാണ്. വിവാഹ കാര്യങ്ങളിലൊക്കെ യുവാക്കൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ അശ്വതി നക്ഷത്രക്കാരായിട്ടുള്ള യുവാക്കൾക്ക് വിവാഹ കാര്യത്തിൽ ചിലർക്കെങ്കിലും വിഘ്നങ്ങളും ഉണ്ടായേക്കാം. ഏഴരശനിക്കാലമാണ്. പല കാര്യങ്ങളും ഇഴഞ്ഞു നീങ്ങുന്ന അനുഭവം ഉണ്ടാകാം. എന്നാൽ സാമ്പത്തികമായി സംതൃപ്തി ഉണ്ടാകുന്ന വർഷം കൂടിയാണ്. ചിട്ടി, ഇൻഷുറൻസ്, നറുക്കെടുപ്പ് ഇത്യാദികളിലൂടെ ധനാഗമം ഉണ്ടാകാനുള്ള സാധ്യതകളും പറയേണ്ടിയിരിക്കുന്നു. വിദ്യാർത്ഥികളായിട്ടുള്ള അശ്വതി നക്ഷത്രക്കാർ 5-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഉഴപ്പ് കാണിക്കാതിരിക്കുക, കൂടുതലായി പ്രയത്നിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. നന്ദി, നമസ്കാരം, ശുഭദിനം.